ജുമാ ദിനത്തിൽ ഒരു പ്രത്യേക സമയമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈ കൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞത് യുഖല്ലിലുഹാനാണ്. അത് വളരെ കുറഞ്ഞേ ഉള്ളൂ എന്നാണ് സഹാബത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. അള്ളാന്റെ റസൂൽ ഇങ്ങനെ ആംഗ്യം കാണിച്ചു, കുറഞ്ഞ നേരേ ഉള്ളൂ. അത് ഏതാ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ലൈലത്തുൽ ഖദ്ർ കാത്ത് പ്രതീക്ഷിക്കും പോലെ നമ്മൾ 10 ദിവസവും പ്രതീക്ഷിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ ആ വെള്ളിയാഴ്ച പകല് മുഴുവൻ പ്രതീക്ഷിച്ചോളണം എന്നാണ്. എപ്പോഴാന്ന് പറഞ്ഞു തന്നില്ല. ആ സമയത്തിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ അത് കിട്ടുന്നു, പക്ഷെ ഏതാന്നോട്ട് പറഞ്ഞു തന്നതുമില്ല. അപ്പൊ അത് ഉറങ്ങണവർക്ക് കിട്ടൂല. അതിന് മെനക്കെട്ട് കാത്തിരുന്ന് അധ്വാനിക്കുന്നവർക്ക് തന്നെ അത് കിട്ടുള്ളൂ. 40-ൽ ചില്ലാൻ അഭിപ്രായങ്ങളാണ് ആ സമയം ഏതാണെന്ന് പറഞ്ഞിട്ടുള്ളത്. സമയാകത്രേ ഉള്ളൂ. പക്ഷെ പണ്ഡിത ലോകത്ത് ആ സമയം ഏതാന്നുള്ളതിനെ കുറിച്ച് ആ ഹദീസ് വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ 40-ലേറെ അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഇന്ന സമയമാണത്, ഇന്ന സമയമാണത്, ഇന്ന സമയമാണത് എന്നിങ്ങനെ. ഈ 40 അഭിപ്രായം വരാൻ കാരണം എന്താ? അള്ളാന്റെ റസൂല് ഖണ്ഡിതമായിട്ട് ഒന്നും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് പണ്ഡിത ലോകം ഊഹിച്ച് പലതും പറഞ്ഞു. അതിൽ റാജിഹായ പ്രബലമായ 2 അഭിപ്രായങ്ങൾ എല്ലാവരും ഐക്യകണ്ഠേന പറഞ്ഞിട്ടുണ്ട്. 2 സമയം എല്ലാവരും പറയുന്നുണ്ട്. ഒന്ന്, ഖതീബ് മിമ്പറിൽ കയറി നിസ്കാരം അവസാനിക്കുന്നതിന്റെ ഇടക്കുള്ള സമയമാണ്. അതാണ് ഒരഭിപ്രായം. ഖുത്ബ ആരംഭിച്ച് നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്നതിന് ഇടക്കുള്ള സമയത്തിൽ എപ്പോഴോ ആണ്. എപ്പോഴാന്ന് പറയാൻ പറ്റൂല. അതിൽ തന്നെ എപ്പോഴാന്ന് അറിയില്ല, കുറഞ്ഞ സമയമേ ഉള്ളൂ. 2ാമത്തെ അഭിപ്രായമാണ് ഈ കേട്ടതെന്ത്? അസർ മുതൽ മഗ്രിബ് വരേക്കുള്ള സമയമാണ്. 40-ൽ ചില്ലാൻ അഭിപ്രായങ്ങളിൽ നിന്ന് കടഞ്ഞെടുത്ത് പ്രമാണങ്ങളോട് കൂടുതൽ യുക്തമായ നിലക്ക് പണ്ഡിത ലോകം പറഞ്ഞ 2 നേരാണ്. നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? വെള്ളിയാഴ്ച ജുമാ വിരിഞ്ഞാൽ കഴിഞ്ഞു. നേരെ മറിച്ച് അസറിന്റെ ശേഷം മുൻഗാമികളായ ആളുകളൊക്കെ അസറിന്റെ ശേഷം മഗ്രിബിന്റെ ഇടക്കുള്ള സമയം പള്ളികളിൽ പോയിട്ട് ഇരിക്കും എന്നാണ് വെള്ളിയാഴ്ച ദിവസം ദുആ ചെയ്തുകൊണ്ട്. ഇന്നിപ്പോ പള്ളികൾ അത്രയൊന്നും നേരത്തെ തുറന്നിടൂല. പക്ഷെ തുറക്കണ നേരം നമുക്കറിയാലോ, മഗ്രിബിന്റെ ഏതാണ്ട് ബാങ്ക് വിളിക്കുന്നതിന്റെ ഒരു 15 മിനിറ്റ് മുമ്പ് തുറക്കാത്ത പള്ളികളില്ല. നമ്മൾ ശ്രദ്ധിച്ചു പോകണം വെള്ളിയാഴ്ച ദിവസം. കാരണം ആ ദുആക്ക് ഇജാബത്തിന്റെ പ്രത്യേകത പറയുന്ന ഹദീസിൽ ഒരു കാര്യം കൂടി അതിലുണ്ട്, ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നിസ്കാരത്തിലായിരിക്കെ എന്ന് പറയുന്നുണ്ട് അവിടെ. അപ്പൊ നിസ്കാരത്തിലായിരിക്കെ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ അസർ മുതൽ മഗ്രിബ് വരെ എടുക്കുമ്പോൾ, ഒരാൾ നിസ്കാരത്തെ പ്രതീക്ഷിക്കുമ്പോൾ അവൻ വാസ്തവത്തിൽ ഏതിൽ തന്നെയാണ്? നിസ്കാരത്തിൽ തന്നെയാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ വേറെ ഹദീസിൽ നമ്മെ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് ചോദിക്കുന്ന ചോദ്യത്തിന് കിട്ടും. ഇത് എല്ലാ ആഴ്ചയുള്ള ഓഫറാണ്.